Rotai. Rotai. Respond. Good evening, student. Very good evening. Sound ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Of course. ഓക്കെ, നമുക്ക് ഇന്ന് സോഷ്യോളജിയാണ് ക്ലാസ് എടുക്കുന്നത്. സോഷ്യോളജിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നൽകിയിരുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിന്നാണ് സോഷ്യോളജി വന്നത്, സോഷ്യോളജിയുടെ ഫാദർ, ഡെഫിനേഷൻ, ഇതൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാള് ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് സോഷ്യോളജി? ഡിഫൈൻ സോഷ്യോളജി. എന്താണ് സോഷ്യോളജി? ഒന്ന് ഡെഫിനേഷൻ, ഒരു നിർവചനം ഒന്ന് പറഞ്ഞേ. ഞാൻ പേരെടുത്തൊന്നും വിളിക്കണില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ് കഴിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഡെഫിനേഷൻ, നമ്മുടെ സോഷ്യോളജിയുടെ ഡെഫിനേഷൻ മറ്റ് അറിയാത്ത കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒന്ന് സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് സോഷ്യോളജി. സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പഠനശാഖയാണ് സോഷ്യോളജി. It came from social, a Latin word, and logos, a Greek word. സാമൂഹ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ശാസ്ത്രീയ വശങ്ങളെ വിശകലനം ചെയ്യുന്ന ശാഖയാണ് സോഷ്യോളജി. ഓക്കെ, ശരിയാണ്. ചെറിയാൻ KS അല്ലേ? Of course. ഓക്കെ, വെരി ഗുഡ്. അടുക്കളയിൽ പോയി ഇടയ്ക്ക് നോക്കണം. ഇനീഷ, മൈക്ക് മ്യൂട്ട്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഞാൻ പറയുമ്പോൾ മാത്രം പറയാം. മറ്റുള്ളവർക്ക് നമ്മൾ പറയാം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. കാരണം നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊക്കെ ഇവിടെ വരും. അതുകൊണ്ടാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ സോഷ്യോളജി എന്താന്നൊരു ഡെഫിനിഷൻ പറഞ്ഞു. സോഷ്യോളജി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ കേറാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയണം. സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സയന്റിഫിക്കൽ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലേഷൻ ആൻഡ് സൊസൈറ്റി. ഒരു സമൂഹത്തിലെ സ്ഥാപനങ്ങൾ, അവിടുത്തെ പരസ്പര ബന്ധങ്ങൾ എന്നിവയെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന പഠനശാഖയാണ് നമ്മൾ എന്ത് ചെയ്യും സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയുടെ പിതാവായി നമ്മൾ കണക്കാക്കപ്പെടുന്നത് അഗസ്റ്റ് കോംതെ. ഹി വാസ് ദി ഫാദർ ഓഫ്
സോഷ്യോളജി. സോഷ്യോളജി എന്ന വേർഡ് എവിടെ നിന്നാണ്, ഏത് പദത്തിൽ നിന്ന്, ഏത് ഭാഷയിൽ നിന്നാണ് ഈ വേർഡ് ഉരുത്തിരിഞ്ഞു വന്നത്? ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. ലാറ്റിൻ പദത്തിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് സോഷ്യോളജി എന്ന വേർഡ് ഉരുത്തിരിഞ്ഞു വന്നത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാൻ പോണത് ഈ ഫസ്റ്റ് മൊഡ്യൂളില് നമുക്ക് 4 ചാപ്റ്റേഴ്സേ പഠിക്കുന്നുണ്ട്. 4 ചാപ്റ്റേഴ്സ്. ഒന്ന് മൂന്നാമത്തെ ചാപ്റ്റർ ആയ സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. സോഷ്യോളജി അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കണം. പിന്നെ 4ാമത്തെ ചാപ്റ്റർ ആയ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് റിസർച്ച് ഇൻ സോഷ്യോളജി. ഒരു സോഷ്യോളജി നമുക്ക് എങ്ങനെയാണ് എഴുതാം, അതിന്റെ ഗവേഷണ രീതികളും അതിന്റെ ടെക്നിക്സുകളും അതൊക്കെ എന്താണെന്നാണ് 4ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യോളജിയുടെ ഒരു ബേസിക് ആണ്. ഏത്? സൊസൈറ്റി എന്താ, കമ്മ്യൂണിറ്റി എന്താ, അതുപോലെ തന്നെ അസോസിയേഷൻ എന്താ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന്. ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കണ്ടേ. പിന്നെ ഒരു 6ാമത്തെ അധ്യായം കൂടി നമുക്ക് പഠിക്കണം. 6ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ സംഘങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഗൈഡിൽ നിങ്ങൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ടിക്കിട്ട് വെക്കാം. നിങ്ങൾക്കറിയാം ഇവിടെ മൊഡ്യൂളിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൊഡ്യൂളില് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട. 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. 3ാമത്തെയും 4ാമത്തെയും 5, 6 ഇത്രയും 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസൈൻമെന്റ് എഴുതാൻ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അസൈൻമെന്റിലാണ് ആ മാർക്ക് ലഭിക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ചാറ്റിൽ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് മൊഡ്യൂളിലെ 3, 4, 5, 6 ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കാം. ഇതിൽ 3ാമത്തെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. അതായത് സോഷ്യോളജിയും മറ്റുള്ള സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള വിഷയം. നമുക്കറിയാം, നമ്മൾ 10th വരെ സോഷ്യൽ സയൻസ് ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. എല്ലാ കുട്ടികളും പഠിച്ചിട്ടുള്ളതാണ് സോഷ്യൽ സയൻസ് എന്താണെന്ന് എല്ലാവരും. അപ്പൊ സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിച്ച കുറച്ച് വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഏതൊക്കെയാണ് സോഷ്യൽ സയൻസിൽ നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ? ഏതൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ച വിഷയങ്ങൾ? കുറെ സബ്ജക്ട് ചേർന്നതാണ് സോഷ്യൽ സയൻസ്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുള്ളത് സോഷ്യൽ സയൻസിൽ? ജോഗ്രഫി, ഹിസ്റ്ററി, ജോഗ്രഫി, ഹിസ്റ്ററി, പിന്നെ ഏതൊക്കെയാ? നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് എന്താണ്, ബാങ്കുകൾ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് വിഷയമാണ്? എക്കണോമിക്സ് എന്ന് പറഞ്ഞ വിഷയമാണ്. പിന്നെ നമ്മൾ ഗവൺമെന്റ്, പാർലമെന്റ് എന്താണ്, അതുപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മിനിസ്റ്റേഴ്സ് ഇവരെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അല്ലെ? ഡെമോക്രസി എന്താണ്? ഇതൊക്കെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യോളജിയിൽ ഒരു പാഠമാണ്. അതായത് സോഷ്യൽ സയൻസ് എന്ന് എടുക്കുമ്പോൾ അതിൽ സോഷ്യോളജി നമ്മൾ ഉൾപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്രയും വിഷയങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെ? നിങ്ങൾ പറഞ്ഞ ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്. ഇത്രയും വിഷയങ്ങൾ ചേർന്നതാണ് നമ്മുടെ സോഷ്യൽ സയൻസ്. അപ്പൊ ഈ വിഷയങ്ങളിൽ ഇതിൽ നമുക്ക് ജോഗ്രഫീനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളിലും സോഷ്യോളജിക്ക് എന്താണ് ബന്ധം, അതായത് സോഷ്യോളജി ഹിസ്റ്ററിയും തമ്മിൽ എന്താ ബന്ധം, സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസുമായി എന്താണ് ബന്ധം, സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിൽ എന്താ ബന്ധം, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സോഷ്യോളജിയും സൈക്കോളജി അതായത് മനഃശാസ്ത്രം എന്താണ് തമ്മിൽ ബന്ധം, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്. നമുക്കറിയാം MSW എന്നൊക്കെ പറഞ്ഞ പോലെ സോഷ്യൽ വർക്ക് ഉണ്ട്, അപ്ലൈഡ് സയൻസ് എന്നാ പറയുന്നത്. ഇവരുമായി തമ്മിൽ എന്താണ് സോഷ്യോളജിക്ക് ബന്ധം. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണ് സോഷ്യോളജി, ആന്ത്രോപോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സയൻസിൽ ഒരു ചാപ്റ്റർ ഒക്കെ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ട്. എന്താണ് ആന്ത്രോപോളജി? വാട്ട് യു മീൻ ബൈ ആന്ത്രോപോളജി?
ഞാൻ അതിന്റെ ആ പഠനശാഖയുടെ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടും ആന്ത്രോപോളജി എന്താണെന്ന്. ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ് ആന്ത്രോപോളജി? ആന്ത്രോപോളജി ആർക്കെങ്കിലും എന്താണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്? ആർക്കെങ്കിലും? ആന്ത്രോപോളജി ഇനി മലയാളത്തിൽ ആ ആന്ത്രോപോളജിയുടെ മലയാളം പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം വേഗം പറയും. ആന്ത്രോപോളജിയുടെ മലയാളത്തിൽ പറയുന്നത് നരവംശ ശാസ്ത്രം എന്നാണ്. നരവംശ ശാസ്ത്രത്തിൽ എന്തായിരിക്കും കുറിച്ച് പഠിക്കേണ്ടാവുക നമ്മള്? നരഭോജികളെ കുറിച്ചിട്ടോ? നരഭോജികൾ. നരഭോജികളാണോ? നര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് തലയിൽ കാണുന്ന വെള്ള നിറത്തിൽ വരുന്ന മുടീനെയല്ല നര എന്ന് പറയുന്നത്. നര എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമാനിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഏത്? നരവംശ ശാസ്ത്രം. മനുഷ്യനാണ്. നര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അതിന്റെ പര്യായ പദങ്ങളിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും വിഷയങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ആന്ത്രോപോളജി, ഇത്രയും വിഷയങ്ങൾ തമ്മിൽ എന്താണ് സോഷ്യോളജിക്ക് ബന്ധം? അതിൽ ആദ്യത്തെ ടോപ്പിക് ആണ് നമ്മൾ എന്ത്? സോഷ്യോളജി വിത്ത് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്ററി. അതായത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ എന്തു റിലേഷൻഷിപ്പ് ആണ് ഉള്ളതെന്ന്. ടെസ്റ്റിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും വരും. അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്തായാലും വരും. ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടെസ്റ്റില് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഇത് കണ്ടോ. ഈ ക്വസ്റ്റ്യനുകളാണ് മാക്സിമം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. കാരണം എക്സാമിന് ഈ ക്വസ്റ്റ്യൻസുകളാണ് എല്ലാ ചാപ്റ്റേഴ്സിനും വരുന്നത്. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ 3 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനുകളാണ്. 1 വേർഡുകൾ, ട്രൂ ഓർ ഫാൾസ്, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡിഫൈൻ, അതായത് 1 വേർഡിൽ ഉത്തരം എഴുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഈ ടെസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഈ മസ്റ്റ് ആയിട്ട് ഇത് നോക്കുക. ഇപ്പൊ ടെസ്റ്റ് കിട്ടാത്തവരായതുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ ഭാഗത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. നമുക്ക് ടെസ്റ്റ് വരണ വരെ എന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ആണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഓൾറെഡി നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടാവും ഹിസ്റ്ററി എന്താണെന്ന്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററി മിസ് അല്ലെങ്കിൽ നമ്മുടെ ആ ടീച്ചർ എന്താണ്, ആ മിസ് നിങ്ങൾക്ക് എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത്? വാട്ട് യു മീൻ ബൈ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രം? സൂം ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കോൺവെർസേഷൻ ആണ്. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാ, അല്ലാത്തപ്പോ മൈക്ക് ഓൺ ചെയ്തിട്ട് ബഹളം കൂട്ടണ്ട. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, വാട്ട് യു മീൻ ബൈ ഹിസ്റ്ററി? എന്താണ് ചരിത്രം? എന്താണ് മക്കളെ ചരിത്രം? ചരിത്രം എന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതല്ലേ ചരിത്രം എന്ന് പറയുന്നത്? ഓക്കെ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ എങ്ങനത്തെ കാര്യങ്ങളാവാം? കാര്യങ്ങളിൽ എടുത്ത് പറയാലോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നടന്ന കുറച്ച് കാര്യമുണ്ട്, അത് ചരിത്രാക്കോ നമ്മള്? പ്രാപഞ്ചിക സംബന്ധമായ വിഷയങ്ങളുടെ സംഭവങ്ങളെ ആലേഖനം ചെയ്യുന്ന ശൈലിയെ ചരിത്രം എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ പറയാം. പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചരിത്രമായി എഴുതുന്നത് ഇന്ന് നടക്കുന്ന പല ചരിത്രപരമായ കാര്യങ്ങളുണ്ട് അല്ലെ? ഇന്ന് നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, ജൂലൈ 4-ാം തീയതി നമുക്ക് ഇലക്ഷന്റെ റിസൾട്ട് വരും. അതൊരു പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ചരിത്രമായി മാറും. എങ്ങനെ? കുറെ കഴിയുമ്പോൾ. അതായത് മുൻകാലങ്ങളിൽ ഗതകാല സംഭവങ്ങളെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള രചനയ്ക്ക് ചരിത്രം എന്ന് പറയാം. പഴയകാല സംഭവങ്ങളെയാണ്, ദ പാസ്റ്റ് ഈവൻസ്, പഴയകാല സംഭവങ്ങളെയാണ് നമ്മൾ ചരിത്രമാക്കി എഴുതുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ജൂലൈ 4-ാം തീയതി ഒരു ചരിത്രമായി മാറും അല്ലെ? അതായത് ഇലക്ഷനിൽ നമുക്ക് നമ്മുടെ പുതിയ പ്രധാനമന്ത്രി ഏതാന്ന് നമ്മൾ തെരഞ്ഞെടുക്കും. നമ്മളാണല്ലോ തെരഞ്ഞെടുത്തത്. പുതിയ പ്രധാനമന്ത്രി ആരാണ് എന്ന് വരാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തു. അപ്പൊ ഇന്ത്യയിലെ 2024 തൊട്ട് ഇനി നമുക്ക് 2024 തൊട്ട് 2029 ഭരണം നടത്തുന്ന 5 വർഷക്കാലം ഭരണം നടത്തുന്ന പുതിയ പ്രധാനമന്ത്രിയെ നമ്മൾ തെരഞ്ഞെടുക്കും. മൈക്ക് മ്യൂട്ട് ചെയ്യ്.
ചെറിയാൻ കേസ് മൈക്ക് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ അത് ചരിത്രമാക്കി മാറ്റുകയാണ്. അപ്പൊ ചരിത്രം എന്ന് പറഞ്ഞത് പഴയകാല സംഭവങ്ങളെ നമ്മൾ എഴുതാണ്. ഹിസ്റ്ററി ഇസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. നമുക്കറിയാം പാസ്റ്റ് ഇവന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു പാസ്റ്റ് ഇവന്റ്സിനെ നമുക്ക് എന്തായാലും എഴുതണമെങ്കിൽ എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റും? പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അറിയാം, നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടാവും ഹാരപ്പൻ സിവിലൈസേഷൻ. ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവം, ഒരു സംസ്കാരമാണ്. ഇന്ത്യയിൽ നിന്ന് ലോകത്തിലെ തന്നെ 4 സംസ്കാരങ്ങളിലെ ഉടലെടുത്ത BC 2600 മുതൽ 1900 BC വരെ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമാണ്. ഈ സംഭവത്തെ നമുക്ക് ചരിത്രകാരന്മാർ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? കണ്ണി കണ്ടതൊക്കെ വെച്ച് കാച്ചി എഴുതാണോ ചെയ്യുന്നത്? ആണോ? എങ്ങനെയാണ് എഴുതാം ഒരു ചരിത്രം? നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി ഇസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഈവന്റ്സ്. പഴയകാല സംഭവങ്ങളെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ എങ്ങനെ എഴുതും നമ്മള്? നമുക്ക് അത് അവര് കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചരിത്രമായി എഴുതുന്നത്. കണ്ടതും അറിഞ്ഞതും എന്ന് പറഞ്ഞല്ലോ. കണ്ടതും അറിഞ്ഞതും എന്ന് പറയുമ്പോ അവയെ നേരിട്ട് ഹാരപ്പൻ സിവിലൈസേഷനിൽ കണ്ടിട്ടുണ്ടാവും കുറെ കാര്യങ്ങള്. എന്തായാലും അവരുടേതായിട്ടുള്ള രീതിയിൽ അറിഞ്ഞ കാര്യങ്ങൾ അവർ ചരിത്രമായിട്ട് എഴുതുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുക? ഒരു ഇപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിപ്പിച്ചിട്ടോ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തെളിവുകൾ എങ്ങനത്തെ തെളിവുകളാവാം? പലതരം തെളിവുകൾ ഉപയോഗിക്കാമല്ലോ. ഏതൊക്കെയായിരിക്കാം? ഡാറ്റാസ്, വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. തെളിവുകൾ ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റാസ് ആണ് ഒരു ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററി എഴുതാൻ ഉപയോഗിക്കുക? വാമൊഴിയായും വരമൊഴിയായും പരമ്പരാഗതമായി ലഭ്യമായ അറിവുകളും. വാമൊഴികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ചെറിയൻ ചേട്ടൻ. കുറെ വാമൊഴികൾ എന്ന് പറഞ്ഞു. പിന്നെ വരമൊഴി ഏതൊക്കെയാണ് വരമൊഴിയായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ? അതായത് നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ചില സംഭവങ്ങൾ. ഏതൊക്കെ എടുത്ത് പറയും. വാമൊഴി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് വാമൊഴിയായിട്ട് കിട്ടിയിട്ടുള്ളത്? എന്തൊക്കെയാണ് നമുക്ക് വരമൊഴിയായിട്ട് കിട്ടിയിട്ടുള്ളത്? അതായത് ഞാൻ ജനിക്കുന്നതിന് മുൻപ് നടന്ന ഒരു രാഷ്ട്രീയ സംഭവം ഒരുപക്ഷെ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഓക്കെ, വാമൊഴി അത് ശരിയാണ്. വാമൊഴിയായിട്ട് നമുക്ക് തലമുറകളായി കൈ കിട്ടും. പേജ് നമ്പർ എത്രയാ? ഗൈഡിലെ പേജ് നമ്പർ എത്ര? ഗൈഡിലെ പേജ് നമ്പർ ഇപ്പൊ നോക്കണ്ട. കാരണം അത് ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ടാവില്ല. ഞാൻ പറയാം, അവസാനം പറയാം. ഗൈഡ് ഇപ്പൊ തുറക്കണ്ട. ഇപ്പൊ നിങ്ങൾ ലൈവ് ക്ലാസ് കേൾക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഒരു ഹിസ്റ്റോറിയൻ ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ എന്താ ബന്ധം എന്നാ പഠിക്കാൻ പോകുന്നത്. ആ പഠിക്കണേല് ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. ചരിത്രം എന്ന് പറയുന്നത് പഴയകാല സംഭവങ്ങളെ എഴുതുന്നതാന്ന് പറഞ്ഞു. പഴയകാല സംഭവങ്ങൾ എഴുതാൻ കുറെ തെളിവുകൾ വേണമെന്ന് പറഞ്ഞു. തെളിവുകളിൽ ഒരു തെളിവാണ് വാമൊഴി എന്ന് പറഞ്ഞു. ഇനി ആ വാമൊഴി പോലെ തന്നെ വേറെ എന്തൊക്കെ നമ്മൾ സ്വീകരിക്കാം ഒരു ഹിസ്റ്റോറിയൻ? ശിലാലിപികൾ. വെരി ഗുഡ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശിലാലിപികൾ എന്താണ് ഹിസ്റ്ററിയിൽ പറയാം? ലിഖിതങ്ങൾ. പഠിച്ചില്ലേ നിങ്ങൾ? ഇൻസ്ക്രിപ്ഷൻസ്. എന്താ പറയാ? ഇൻസ്ക്രിപ്ഷൻസ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ താളിയോലകളുണ്ട്. അതിനെയൊക്കെ നമ്മൾ ബുക്കുകളായിട്ട് കുറെ ട്രാവലോഗുകൾ, സഞ്ചാരികൾ എഴുതിയിട്ടുള്ള കുറെ ട്രാവലോഗുകൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ചരിത്രകാരൻ ആ ഹാരപ്പൻ സൈറ്റുകളിലെ പ്രധാനപ്പെട്ട രണ്ട് സൈറ്റുകളാണ് ഹാരപ്പയിലുള്ളൂ. ഒന്ന് മോഹൻജദാരയും അതുപോലെ തന്നെ ലോത്തലും. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആർക്കിയോളജി നിങ്ങൾ മറക്കരുത്. പുരാവസ്തുക്കളാണ്. ആർക്കിയോളജിക്കൽ സോഴ്സസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രം എഴുതുന്നത്. അതുപോലെ തന്നെ അതിന് ആർക്കൈവ്സുകളുണ്ട്, മ്യൂസിയങ്ങളുണ്ട്, ലൈബ്രറികളുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ കളക്ഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ ഇന്നും പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ആൻഷ്യന്റ് ബുക്കാണ് ഏത്? അർത്ഥശാസ്ത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാലും ഒന്ന് മെൻഷൻ ചെയ്യാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അത് ഇന്നും വളരെ വാല്യൂ ഉള്ള ഒരു പുസ്തകമാണ്. അത് AD
BC-യിലാണ് ഉണ്ടാക്കിയത്. BC 322-ൽ, അതായത് മൗര്യ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ എഴുതിയ ഒരു പുസ്തകം. അർത്ഥശാസ്ത്രത്തിന്റെ അക്ഷരം തായും ചേർന്ന അർത്ഥമല്ലേ? അതെ, അർത്ഥശാസ്ത്രം. ഇത് എഴുതിയത് ആരാണെന്ന്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ഇന്നും നമ്മൾ വാല്യൂ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. മൗര്യ രാജവംശത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. നമുക്കറിയാം ആ പുസ്തകം എഴുതിയ ആളുടെ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? വിഷ്ണുഗുപ്തൻ എന്നാണ്. പക്ഷെ വിഷ്ണുഗുപ്ത എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ആർക്കും അറിയില്ല. കൗഡല്യൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടാറുണ്ട് അദ്ദേഹത്തെ. അതും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു പേരുണ്ട്, ചാണക്യൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാണക്യൻ എന്ന്? ചാണക്യ തന്ത്രം എന്ന് കേട്ടിട്ടില്ലേ? ഇതേപോലെ ഓരോ സോഴ്സ് മെറ്റീരിയൽസിലൂടെയാണ് നമ്മൾ ചരിത്രം എഴുതുന്നത്. ചാണക്യന്റെ ആദ്യം പറഞ്ഞ പേരെന്താണ്? വിഷ്ണുഗുപ്തൻ. ഇതൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചു പോണ ടോപ്പിക്കാ. അത് എടുക്കുമ്പോ എടുത്തോളൂ മിസ് കേട്ടോ. ചാണക്യൻ അല്ലെങ്കിൽ കൗഡല്യൻ എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് എന്ത് മൗര്യ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അപ്പൊ ഇത്രയും ഇത് ഹിസ്റ്ററിയുമായിട്ട്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ് ഇവന്റ്. പക്ഷെ സോഷ്യോളജി അങ്ങനെയല്ല. സോഷ്യോളജി എന്ന് പറഞ്ഞത് എന്താണ്? സ്റ്റഡി ഓഫ് സൊസൈറ്റിയാ. സൊസൈറ്റിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നതില്ല. അവിടെ പഴയകാല സംഭവങ്ങളൊന്നും പഠിക്കുന്നില്ല. എന്താ, വർത്തമാനകാല സംഭവങ്ങളെ മാത്രം നമ്മൾ പഠിക്കുന്നതുള്ളൂ. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് കാലം മുതൽക്കേ ഏത് രാജാവാവട്ടെ, ഏത് സംസ്കാരമാവട്ടെ, അവിടെ എവിടെയെങ്കിലും ഒരു ശിലാലിഖിതോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അന്ന് മുതൽ ഒരു ഹിസ്റ്റോറിയൻ അവിടെ ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു പുരാതന അല്ലെങ്കിൽ പഴക്കം ചെന്ന ഒരു ശാസ്ത്രമാണ്. ആ നേരത്തെ സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് അഗസ്റ്റ് കോംറ്റെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സോഷ്യോളജി എന്ന വേർഡ് കൊണ്ടുവന്നതും സോഷ്യോളജി എന്ന സബ്ജക്ട് ഉടലെടുക്കുന്നത് 1789-ലെ, അതായത് ഫ്രഞ്ച് വിപ്ലവം 1789-ലെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് നമ്മുടെ സോഷ്യോളജി വരുന്നത്. പക്ഷെ ഹിസ്റ്ററി അങ്ങനെയല്ല. ഹിസ്റ്ററി പുരാതന കാലത്ത് മുതൽ ഹിസ്റ്ററി എഴുതാൻ തുടങ്ങില്ല. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസങ്ങളാണ് ഏറ്റവും കൂടുതൽ ആർക്കുള്ളത്, ഹിസ്റ്ററിക്കും സോഷ്യോളജിക്കും ഉള്ളത്. പിന്നെ രണ്ടുപേരും പഠിക്കുമ്പോൾ സമൂഹത്തെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. സമൂഹത്തിൽ ഉണ്ടാവുന്ന വളരെ ബലപ്പെട്ട കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ പഴയകാല സംഭവങ്ങൾ എഴുതുന്നു. ക്ലിയർ ആയല്ലോ ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ്? ഇനി ഞാൻ പറയാൻ പോകുന്നത് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ആണ്. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഓൾറെഡി നിങ്ങൾ പൊളിറ്റിക്സും പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? വാട്ട് യു മീൻ ബൈ പൊളിറ്റിക്കൽ സയൻസ്? അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഓൾറെഡി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ അല്ലേ? പൊളിറ്റിക്കൽ സയൻസ് നമുക്കൊരു വിഷയം. എന്താണ് രാഷ്ട്രതന്ത്രം? പറഞ്ഞോ. സെന്റ് തോമസ് ഒക്കെ വെക്കണ്ടോ? സെന്റ് തോമസ് നിങ്ങൾ അവിടെ വന്ന ഒരു കൊച്ച് വേറെ എന്തൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഒക്കെ ചോദിച്ചാൽ അവിടെ നിൽക്കുന്നവരോടെ പറഞ്ഞു. മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സൗണ്ട്. എന്തായാലും ഞാൻ ഈ അനാവശ്യമായിട്ട് ആരെ സൗണ്ട് എടുക്കണ വെച്ചാൽ അവരെ ഞാൻ മ്യൂട്ട് ചെയ്തോളാം. ഇനി അതാ നല്ലത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? ആർക്കെങ്കിലും ഒരു ഡെഫിനിഷൻ എനിക്ക് നൽകാൻ പറ്റുമോ? ഇതൊക്കെ പഠിക്കണം. രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. നമ്മുടെ രാജ്യം മാത്രമാണോ? നാം ജീവിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്ന ദേശസംബന്ധമായ ഭരണനിർവഹണ നിയന്ത്രണ സംവിധാനങ്ങളെ കുറിച്ച് അവബോധം നൽകുന്ന ശാസ്ത്രീയ ശാഖയ്ക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓ, അത്രയൊക്കെ വേണം ജയൻ ചേട്ടാ, നമുക്ക് അത്രയും വേണം. ഒരു ചെറിയ ഡെഫിനിഷൻ സാർ എന്താണ് പറഞ്ഞത് നിങ്ങക്ക്? ഡെഫിനിഷൻ പ്രവർത്തനങ്ങളെ കുഴപ്പമില്ല, ചെറിയൻ ചേട്ടൻ പറഞ്ഞ ശരിയാ. ഭരണം, അതാണ് അവിടെ പ്രധാനപ്പെട്ട. സ്റ്റഡി ഓഫ് ദി ഗവൺമെന്റ്, ആരാണോ ഭരിക്കുന്നത് അവരെ കുറിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, നമ്മുടെ അധികാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ. പൊളിറ്റിക്കൽ സയൻസ് ഇസ് നോൺ ആസ് ദി സയൻസ് ഓഫ് ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്. സയൻസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ സയൻസ് ഓഫ് പൊളിറ്റിനെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് എടുത്ത് പറയാം ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, അതായത് അധികാരത്തെ വിതരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്.
ക്ലിയർ ആയോ? അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ഗവൺമെന്റിനെയാണ് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് പഠിക്കുന്നത്. അവിടെ അതായത് ഒരു രാഷ്ട്രത്തിന്റെ അധികാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പഠന വിഷയത്തിലേക്ക് വരുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഭരണകൂടത്തെ കുറിച്ച് മാത്രമാണ് അവിടെ പഠന വിഷയം ആക്കുന്നത്. പിന്നെ അവിടെ ഗവൺമെന്റ് ഉണ്ട്, അവിടുത്തെ അധികാരത്തെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാം. ഈ പൊളിറ്റിക്കൽ സയൻസും എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രം, ഒരു പ്രൈവറ്റാ. അവിടെ ആരും വേറെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തില്ല. അവിടെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ മാത്രം, അധികാരത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊരു പുറത്തേന്ന് ഒരു കാര്യങ്ങളോ അവിടുത്തെ സൊസൈറ്റിയുടെ ലീവിങ്ങോ അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളോ അവരുടെ സാമൂഹ്യം ഇതൊന്നും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. റിലേഷൻഷിപ്സുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടോ ഒന്നും ഡിസ്കസ് ചെയ്യാം. ഓൺലി എന്ത് മാത്രമേ ഉള്ളൂ? ഗവൺമെന്റ്, അധികാരത്തെ കുറിച്ച് മാത്രമാണ് നമ്മളവിടെ പഠന വിഷയമാക്കുന്നത്. അത് ലെജിസ്ലേറ്റീവ് ആവാം, എക്സിക്യൂട്ടീവ് ആവാം, ജുഡീഷ്യൽ ആവാം. ഈ 3 കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് നമ്മൾ പഠിക്കാം. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഓൾസോ നോൺ ആസ് ദി സയൻസ് ഓഫ് ഗവൺമെന്റ്. നിങ്ങൾ അവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടോ പൊളിറ്റിക്കൽ സയൻസിനെ എന്ത് പറയും? സയൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സയൻസ് ഓഫ് പൊളിറ്റി ഓർ പൊളിറ്റിക്സ് എന്നും കൂടി പറയാറുണ്ട്. ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠന വിഷയം നടത്തുന്നത് ഒരു മോഡേൺ സൊസൈറ്റിയിലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സൊസൈറ്റിയിലായിരിക്കും ഏറ്റവും കൂടുതൽ പഠനം നടത്തുക. അവർക്ക് ഗവൺമെന്റ് ആണ് കൂടുതൽ വേണ്ടത്. അതായത് അധികാരങ്ങളുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുക. അതായത് പൊളിറ്റിക്കൽ ഓർഗൻസുകളെ കുറിച്ചിട്ടായിരിക്കും അവര് കൂടുതൽ പഠന വിഷയമാക്കി നടത്താം. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പൊളിറ്റിക്സും ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് നോക്കേണ്ടത്. ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങള്? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വളരെ എഴുതിയെടുക്കാനുള്ളതാണെങ്കിൽ ഇച്ചിരി ടൈം തരണം. എഴുതിയെടുക്കണ്ട, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലേ? നോക്കട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കുക. ടെസ്റ്റ് വന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യണ്ട. ടെസ്റ്റ് 26ാമത്തെ പേജ് എടുക്കാം. ടെസ്റ്റില് 26ാമത്തെ പേജില് ആണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ടെസ്റ്റ് കിട്ടാത്ത ആൾക്കാർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഞാൻ ഓരോന്നും ചോദ്യം വായിക്കാം. ഒരു കാര്യം പറയട്ടെ, ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞപ്പോ ഒരു കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറ്റിയത് അവർക്ക് ചോദ്യം ഒന്നും മനസ്സിലാവണില്ല. ചോദ്യം മനസ്സിലാവാത്ത കാരണം ഇംഗ്ലീഷിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ അവർക്ക് ഒന്നും മീനിങ്ങും മനസ്സിലാവുകയും അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നല്ലോണം വായിച്ച് അതിന്റെ മീനിങ്, ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് കിട്ടണില്ലെങ്കിൽ അതെന്നോട് ചോദിക്കാം. കാരണം നമുക്ക് ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് എന്തായാലും അറിയണം കേട്ടോ. സോഷ്യോളജി ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലുണ്ടാവാ? ഏത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാ? ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ വരുള്ളൂ, മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരില്ല. അതുകൊണ്ടാണ് ഇപ്പൊ തൊട്ട് ഞാൻ ഈ ടെസ്റ്റിലെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വായിക്കണവർക്ക് വായിക്കാം. ഞാൻ പേര് വിളിച്ച് പറയില്ല. ഒരാൾ വായിക്കാൻ പറയും. ആരൊക്കെ വായിക്കാൻ മുൻതിരുന്നോ അവർക്കൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം അത് പരീക്ഷ ഹാളിൽ ആ പേടി മാറും എന്ന് മാത്രം. കാരണം അത് വളരെ എന്നിട്ട് പറയാ ഡീഫോൾട്ട് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം ഞങ്ങൾ മലയാളത്തിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾക്ക് ആർക്കും എന്നിട്ട് ഈ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റണില്ല. ഈ കണ്ട വഴിക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ തുടങ്ങാം. നമുക്കിപ്പോ ചോദ്യം എന്താന്ന് പറഞ്ഞു കൊടുക്കാം ഇവർക്ക് ആദ്യം. ഇത് കുറച്ച് സ്റ്റേറ്റ്മെന്റാ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് നമ്മളോട് പറയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം വായിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ശരി എന്ന് പറയാം, തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചോ. The history studies the past societies. വളരെ എളുപ്പമുള്ളൊരു മീനിങ് ഉള്ള ചോദ്യം അല്ലെ ചെറിയാൻ ചേട്ടൻ? ഒന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കിയേ, അത് കിട്ടാത്ത ആൾക്കാർക്ക് ഒന്ന്. അതായത് മുൻകാല സമൂഹവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മുൻകാല അതാണ് ചരിത്രം.
പാസ്റ്റ് സൊസൈറ്റി, പഴയ സമൂഹത്തെ കുറിച്ച് പഠിക്കാം. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കാം. പഴയ സമൂഹത്തെ കുറിച്ച് പഠിക്കലാണ് ചരിത്രം. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. അത്ര തന്നെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേറെ ആള് വായിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണോട്ടെ മക്കളെ, എന്നാലും നമ്മുടെ പേടി മാറുള്ളൂ. ഒബ്സർവേഷണൽ സയൻസ്. സോഷ്യോളജി ഇസ് ഒബ്സർവേഷണൽ സയൻസ്. ഒബ്സർവേഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരീക്ഷണമായിട്ടുള്ള ശാസ്ത്രം എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു നിരീക്ഷണ ശാസ്ത്രമാണ്. ശരിയോ തെറ്റോ? അറിയില്ല. നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി എന്ന് പറഞ്ഞത് നമ്മളെന്താ കുറെ തെളിവുകൾ കണ്ടെത്തി എഴുതാം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിരീക്ഷിച്ചിട്ടാണ് ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ ഇത് ശരിയാണ്. മനസ്സിലായോ? സോഷ്യോളജി ഒബ്സർവേഷണൽ സയൻസ്, നിരീക്ഷണ ശാസ്ത്രം എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ചോദ്യം വേറെ ആര്? ടൈം കളയാൻ പറ്റില്ല മക്കളെ, വേഗം ആവട്ടെ. ഇന്ന് ഒരു ചാപ്റ്റർ തീർക്കണം എന്ന് വിചാരിച്ച ഞാൻ കമ്പൈൽ ചെയ്യില്ല. ആർക്ക് വേണമെങ്കിൽ വെച്ചിട്ട് 2 മിനിറ്റ് സഹായിച്ചു. നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തത്. Political science conducts a study of all institutions of human society. Okay. Political science conducts a study of all institutions of human society. True or false? ഈ മലയാളം പറയണോ? ഞാൻ അതിന്റെ വായിച്ച ആൾക്ക് പറയാൻ പറ്റുമോ? അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞത്, അതായത് പൊളിറ്റിക്കൽ സയൻസിൽ പഠന വിഷയമാക്കി എടുക്കുന്നത് മനുഷ്യ സമൂഹത്തിലെ എല്ലാ സ്ഥാപനങ്ങളെയും കുറിച്ചിട്ടാണ്. ആണോ? നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എല്ലാ സ്ഥാപനങ്ങളെയും പഠിക്കും. എന്തിനു മാത്രമേ കുറിച്ച് പഠിക്കുള്ളൂ? Only regarding with the governing bodies. ഗവൺമെന്റ് കുറിച്ച് പഠിക്കുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റോ ശരിയോ? False. False. Then അടുത്ത ആള്. അടുത്ത ആള്. A study of mid-term election will be conducted by historians. ഇതിന്റെ അർത്ഥം ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരൻ പഠന വിഷയമായി എടുക്കുന്നത് ഒരു മിഡ് ടേം ഇലക്ഷൻ ആണ്. അതായത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കാൻ ആള് മുതിരുമെന്ന്. ശരിയോ തെറ്റോ? അതായത് ഹിസ്റ്റോറിയൻ കണ്ടക്ട് ചെയ്യുന്ന, അതായത് ഒരു ഹിസ്റ്റോറിയൻസ് പഠിക്കാണ്. എന്തിനെ കണ്ടക്ട് ചെയ്യുന്ന പഠിക്കാണ്? മിഡ് ടേം ഇലക്ഷൻ വിൽ ബി കണ്ടക്ടഡ്. അതായത് മിഡ് ടേം ഇലക്ഷനിലൂടെ, അതായത് ഇലക്ഷൻ ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ്, ഇടക്കാല തെരഞ്ഞെടുപ്പുകളിലൂടെ കാരണത്തെ പഠന വിഷയമാക്കി ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കണോ എന്ന് ഒരു ഹിസ്റ്റോറിയൻ പഠിക്കണോ? പാസ്റ്റ് ആവണം. മിഡ് ടേം ഇലക്ഷൻ വിൽ ബി കണ്ടക്ടഡ് എന്ന് പറയുന്നത്, അതായത് ഇലക്ഷനെ കുറിച്ചൊന്നും അധികം ഹിസ്റ്റോറിയൻസ് പഠിക്കാൻ സാധ്യതയില്ല. അതാ. അപ്പൊ എന്താ ട്രൂ ഫാൾസ് എന്ന് പറയുമ്പോ എന്താ? ഫാൾസ് ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആര് വായിക്കും? ഇരുപത്തിമൂന്ന് ആൾക്കാരുണ്ടായിട്ടുണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ട് അല്ലെ? സാരി, ഞാൻ വായിക്കാം. The sociologists collect their data from archives. Archives എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഞാൻ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ആർക്കൈവ്സിന് അറിയാത്ത ആൾക്കാരുണ്ടാവും. ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങൾ മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, താളിയോല ഗ്രന്ഥങ്ങളും ഇൻസ്ക്രിപ്ഷൻസുകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തെയാണ് നമ്മൾ എന്ത് ആർക്കൈവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് എഴുത്തുപരമായിട്ടുള്ള പല പുസ്തകങ്ങളും, അത് പേപ്പറായി പേപ്പറുകൾ മാത്രമല്ല, അതിൽ പല ടൈപ്സിലുള്ള, ഇപ്പൊ ഓലയിൽ എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോണിൽ എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ ടെറാക്കോട്ടയിൽ എഴുതിയതായിരിക്കാം. ഇങ്ങനത്തെ എല്ലാ ലിഖിതങ്ങളും എഴുതി സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ് ഏത്? ആർക്കൈവ്. രേഖകൾ സൂക്ഷിക്കുന്ന ഇടമെന്നല്ലേ അതിന്റെ ശരിയായ അർത്ഥം? രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലം ആർക്കൈവ്സ്. അതിൽ എല്ലാ രേഖകളും ഉണ്ട്, പേപ്പർ രേഖകൾ മാത്രമല്ല. ഏതൊക്കെ രേഖകളുണ്ട്?
documents will be ഡോക്യുമെന്റ്സ്. അത് ഡോക്യുമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എന്ത് ഈ ലിഖിതങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ന്യൂമിസ്മാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണയങ്ങളാണ്. നാണയങ്ങളിലേക്ക് എഴുതി വെച്ചിട്ടുള്ള രേഖകളും എല്ലാം ഏതില് ആർക്കൈവ്സിൽ നമ്മൾ കാണാം. ആർക്കൈവ്സ് അപ്പൊ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരം? സോഷ്യോളജിസ്റ്റിനാണോ? no, it will be in the historian. ഹിസ്റ്റോറിയൻ ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ സോഷ്യോളജിസ്റ്റ് കളക്ട് their data from the archives. ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ എന്താണ്? False. ഒരു സോഷ്യോളജിസ്റ്റ് എവിടേക്ക് പോവില്ല? ആർക്കൈവ്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോവില്ല. ആരാണ് ആർക്കൈവ്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നത്? Historians. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗം പോവാണ്. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സുമായിട്ട് തമ്മിൽ എന്താണ് നമുക്ക് ബന്ധം എന്നാണ് നോക്കേണ്ടത്. എന്താണ് എക്കണോമിക്സ്? വാട്ട് യു മീൻ ബൈ എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ്? എന്തായിരിക്കും? ധനതത്വശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം അല്ലെ? സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തായിരിക്കും നമ്മൾ പഠനം വിഷയമാക്കാം കൂടുതലായിട്ട്? അതായത് നമ്മുടെ സാമ്പത്തിക നിലവാരവുമായി ബന്ധപ്പെട്ട ഗമനാഗമന കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്താൻ കഴിയുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ്. അങ്ങനെയാണോ? ആണോ? സാമ്പത്തിക കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ അതൊന്ന് ഉൾപ്പെടുത്തി പറയും. അപ്പൊ ശരി, വരുമാനം ചെലവുകളെല്ലാം അതിനകത്ത്. ഒരു സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ പൈസ എങ്ങനെയാണ് നമ്മൾ ചെലവാക്കി കളയാം? അവിടെ പോയിരിക്കും. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെഫിനേഷൻ മറക്കണ്ട, കാരണം ഇത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. വാട്ട് യു മീൻ ബൈ എക്കണോമിക്സ്? എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ആസ്പെക്ട്സ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ ഇൻ സൊസൈറ്റി. അതായത് ഒരു സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം, കൈമാറ്റം, വിതരണം എന്നിവയെ കുറിച്ച് പഠിക്കലാണ് ഏത്? സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ്. ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ ഓഫ് ദി സൊസൈറ്റി. കൺസപ്ഷൻ എന്നത് നമ്മളെന്ത് സർവീസും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, കൈമാറ്റം എന്നിവയെ കുറിച്ച് പഠിക്കലാണ് ഏത്? സാമ്പത്തിക ശാസ്ത്രം. ഇവിടെ ഏറ്റവും കൂടുതൽ സൊസൈറ്റി നമുക്കറിയാം, രണ്ട് പേരും സോഷ്യോളജി ആയാലും എക്കണോമിക്സ് ആയാലും എവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്? സമൂഹത്തിലാണ് അവരുടെ അടിസ്ഥാനം. കാരണം സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആണ് അവരെന്ത് പരിപാലിക്കുന്നത്. ഉൽപാദനമായിരിക്കാം അല്ലെങ്കിൽ ഉൽപാദന വിതരണമായിരിക്കാം എന്നീ കാര്യങ്ങളായിരിക്കും എന്ത് അവിടെ പഠന വിഷയം ആക്കുന്നത് കേട്ടോ. അപ്പൊ എക്കണോമിക്സ് എന്താന്ന് മറക്കണ്ട. ആ എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ നല്ലോണം പഠിക്കാം. ഇനി ഞാൻ വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കാണ്, സാമൂഹ്യ സേവനം. Will you please allow us to write the note? Okay, I will give. ഇനി ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൈക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്താക്കാണ്. ഭയങ്കര ഡിസ്റ്റർബൻസ് എനിക്ക് തോന്നി, അതുകൊണ്ടാട്ടാ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ സമയമാകുമ്പോൾ എല്ലാ മൈക്ക് ഓൺ ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കാണ്, സാമൂഹ്യ സേവനമാണ്. നിങ്ങൾ ഈ സോഷ്യൽ വർക്കിന്റെ കുറച്ച് വേറെ പേരുകളുണ്ട്, കുറെ പേരുകളിൽ ഈ സോഷ്യൽ വർക്കിനെ നമ്മൾ അറിയാറുണ്ട്. ഒന്ന്, സോഷ്യൽ വർക്കിനെ അപ്ലൈഡ് സയൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് സോഷ്യോളജി എന്നും കൂടി പറയാറുണ്ട്. സോഷ്യൽ വർക്കിനെ അപ്ലൈഡ് സോഷ്യോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു പേരാണ് ടെക്നോളജി ഓഫ് അപ്ലിക്കേഷൻ. മറക്കണ്ട, ടെക്നോളജി ഓഫ് അപ്ലിക്കേഷൻ. ഇതൊക്കെ സോഷ്യൽ വർക്കിനെയാണ് നമ്മൾ പറയുന്നത്. സോഷ്യൽ വർക്ക് ഈസ് എ അപ്ലൈഡ് സോഷ്യോളജി എന്നാണ് പറയുന്നത്. അപ്ലൈഡ് സോഷ്യോളജി അല്ലെങ്കിൽ നമ്മൾ എന്താ ടെക്നോളജി ഓഫ് ആക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ടെക്നോളജി ഓഫ് അപ്ലിക്കേഷൻ എന്നൊക്കെ പേരിലാണ് നമ്മൾ എന്ത് സോഷ്യൽ വർക്കിനെ നമ്മൾ അറിയപ്പെടുന്നത്. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ ക്ഷേമം തന്നെയാണ്. അതായത് നമ്മുടെ സമൂഹത്തിന് നല്ല പ്രവർത്തനം, അതായത് സമൂഹത്തിന്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാമൂഹ്യ നീതി മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, നല്ല വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക, ഒക്കെ അതിനെല്ലാം വേണ്ടിയിട്ട് പ്രവർത്തിക്കലാണ് ഏത് സാമൂഹ്യ ക്ഷേമം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യാണ് നമ്മൾ എന്ത്
പ്രകടിപ്പിച്ച് പ്രവർത്തിക്കാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് സോഷ്യോളജിയുടെ അപ്ലൈഡ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസ്, എഴുതപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിന്റെ ഒരു പ്രവർത്തന മുഖമാണ് ഏത്? സോഷ്യൽ വർക്ക്, അപ്ലൈഡ് സോഷ്യോളജി. മനസ്സിലായല്ലോ? അതായത് സോഷ്യോളജി എഴുതി വെക്കും ഒരു സൊസൈറ്റി എങ്ങനെയാവണം, എന്തൊക്കെ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതേപോലെയൊക്കെ ആണ് എന്നൊക്കെ സോഷ്യോളജി എഴുതി വെക്കും. അതിന് പ്യുവർ സയൻസ് എന്നും, ഇതിന്റെ പ്രവർത്തന മുഖമാണ് ആര്? സോഷ്യൽ വർക്ക്. അതിനെ അപ്ലൈഡ് സോഷ്യോളജി എന്ന് പറയും, അല്ലെങ്കിൽ ടെക്നോളജി ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ടെക്നോളജി ഓഫ് അപ്ലിക്കേഷൻ എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും ഈ ഭാഗത്തിൽ ഇത്രയും പഠിച്ചാൽ മതി. ഇതിൽ കുറച്ച് ടെസ്റ്റിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതാണ് നിങ്ങൾ കൂടുതലായിട്ട് നല്ലവണ്ണം പഠിക്കേണ്ടത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ, ഇതിൽ കാണുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദ്യം വായിക്കാം, നിങ്ങൾ ഉത്തരം നോക്കിയാൽ മതി. വാട്ട് ഈസ് മീൻ ബൈ സോഷ്യൽ വർക്ക്? എന്താണ് സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ചോദ്യം വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്ന് എഴുതിയെടുത്തോ എല്ലാരും. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ എല്ലാരും. What is mean by social work? That is the what question. do you mean by social work? ഈ ചോദ്യങ്ങൾ എഴുതിയെടുക്ക്, നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ പേജ് നമ്പറിൽ നിന്ന് എഴുതിയെടുത്താൽ മതി. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ വർക്ക്? Yeah, first, then second. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ്? എന്താണ് സാമ്പത്തിക ശാസ്ത്രം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഹലോ മിസ്, ഇത് ടെസ്റ്റിലുണ്ടോ? ആ ടെസ്റ്റിൽ 29ാമത്തെ പേജ്, അതായത് ഇംഗ്ലീഷ് ടെസ്റ്റ് ഇട്ടാ ഗൈഡിൽ ഞാൻ പറഞ്ഞുതരാം എവിടെയാന്ന്. ഇംഗ്ലീഷ് ടെസ്റ്റ് 29ാമത്തെ പേജിൽ, മലയാളം ഗൈഡിൽ ഞാൻ എവിടെയാന്ന് പറഞ്ഞു തരാം. ചോദ്യങ്ങളെല്ലാം എഴുതിയിട്ട് കഴിഞ്ഞിട്ടാ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ് എന്ന് എഴുതാം. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ്, സുബിന്റെയും ചെറിയാൻ ചേട്ടന്റെയും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? which type of society do economists study? Which type of societies do economists study? ഇതിന് മലയാളം പറഞ്ഞുതരാം. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഏത് സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുക എന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഏത് സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുക? അതിന് ഉത്തരം ഇപ്പൊ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചോ, കാരണം അത് മലയാളം കേട്ടില്ല, ഞാൻ കണ്ടില്ല, അതുകൊണ്ടാട്ടോ. ഉത്തരം ഇതാണ്. ഒരു എക്കണോമിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് മോഡേൺ, കോംപ്ലക്സ് ആൻഡ് അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അവര് പഠിക്കാം മോഡേൺ, കോംപ്ലക്സ്, മോഡേൺ എന്ന് പറഞ്ഞാൽ ആധുനികം, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ, ആധുനികം, സങ്കീർണം, അതുപോലെ തന്നെ അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, നഗര വ്യവസായ സമൂഹം. അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, നഗര വ്യവസായ സമൂഹം.
ഈ 3 സമൂഹത്തെ കുറിച്ചാണ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പഠനം നടത്തുക. മോഡേൺ, കോംപ്ലക്സ് ആൻഡ് അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. കിട്ടിയോ? Make it the Malayalam. Make it the Malayalam definition. Modern. ഞാൻ ഒന്നുകൂടി പറയാം. എക്കണോമിക് കോൺസെൻട്രേറ്റ് upon the study of economical system in modern എന്ന് പറഞ്ഞാൽ ആധുനികം. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള സമൂഹം. മൂന്നാമത്തെയാണ് അർബൻ ഇൻഡസ്ട്രിയൽ. നാഗരിക വ്യവസായികൾ. നഗര വ്യവസായം അല്ലെങ്കിൽ നഗരത്തെയാണ് നമ്മൾ എന്ത് അർബൻ എന്ന് പറയുന്നത്. നഗര സമൂഹത്തെയാണ് നമ്മൾ എന്ത് അർബൻ സമൂഹം എന്ന് പറയുന്നത് കേട്ടോ. അർബൻ ഇൻഡസ്ട്രിയൽ വ്യവസായം സമൂഹം. ഈ സമൂഹത്തെ കുറിച്ചിട്ടാണ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പഠനം നടത്താം. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. Then, 4ാമത്തെ ചോദ്യം, which method ഏത് തരം രീതിയാണ് which method do sociologists use for their study? അതായത് ഒരു സാമൂഹ്യ ചിന്തകൻ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഏത് തരം മെത്തേഡിലൂടെയാണ് പഠനം നടത്തുക? ഏത് തരം മെത്തേഡിലൂടെയാണ് പഠനം നടത്തുന്നത് എന്നാ ചോദിച്ചത്. പഠനം നടത്തുന്ന രീതിയാണ് അവിടെ ചോദിച്ചേക്കുന്നത്. which method do sociologists use for their study? അവരുടെ പഠനം നടത്തുന്നത്, ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പഠനം നടത്തുന്നത് ഏത് തരം രീതിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോച്ച് ഇൻ ഇൻഡക്റ്റീവ് മെത്തേഡ് രീതിയിലാണ് കേട്ടോ. ഇൻഡക്റ്റീവ് മെത്തേഡ് വ്യക്തമായി പറയാമോ? അപ്രോച്ച് ഇൻ ഇൻഡക്റ്റീവ് മെത്തേഡ്. ഇൻഡക്റ്റീവ്. 1 minute. അപ്രോച്ച് ഇൻഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്. 2 തരത്തിലുള്ള മെത്തേഡാണ് നമുക്കുള്ളത്, ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ടു പർട്ടിക്കുലർ, അതായത് ഒരു പൊതുവായ ഘടകത്തിൽ നിന്നും നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്താം, ഒരു കേന്ദ്രത്തിലേക്ക്, ജനറൽ ടു പർട്ടിക്കുലറിലേക്ക് എത്താം. അതായത് പൊതുവായ ഒരു നിഗമനത്തിൽ നിന്ന് ഏതിലേക്ക്, പ്രത്യേകമായിട്ട ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ നീങ്ങാണ്. അതിനെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ജനറൽ ടു പർട്ടിക്കുലറിലേക്ക് പോവാം. അതായത് അത് പൊതുവായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ടാവും, അതിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്ത് കണ്ടെത്തി അവസാനം പർട്ടിക്കുലർ ഒരു പ്രത്യേക വിഷയത്തിലേക്ക്, നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു ഏത് പർട്ടിക്കുലർ. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടു ജനറൽ. അതായത് ഒരു പ്രത്യേക കാര്യത്തിൽ നിന്നും നമ്മൾ എന്ത് ജനറൽ ആയിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ടു പർട്ടിക്കുലർ, അതായത് പൊതുവായ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, അതിൽ നിന്ന് ഒരു പ്രത്യേക നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്രോച്ച്, അതായത് സോഷ്യോളജിസ്റ്റ് സ്റ്റഡി അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ അപ്രോച്ച് ഈസ് എ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് എഴുതിയാൽ മതി. ജനറൽ ടു പർട്ടിക്കുലർ. ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് പർട്ടിക്കുലർ ടു ഡിഡക്റ്റീവ്. പർട്ടിക്കുലർ ടു ജനറൽ, അങ്ങോട്ട് എത്തുന്നത് രണ്ടിന്റെ ഓപ്പോസിറ്റ്. ഇതിലൊരു സോഷ്യോളജിസ്റ്റ് പഠിക്കാം ഇൻഡക്റ്റീവ് മെത്തേഡ്, അയാൾ ജനറലിൽ നിന്നും ഒരു പർട്ടിക്കുലറിലേക്കാണ് എത്താൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. വാട്ട് ഈസ് അപ്ലൈഡ് സോഷ്യോളജി? ഞാൻ പറഞ്ഞു അപ്ലൈഡ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ എക്സാമിനും ചോദ്യം വരാറുള്ളത്. ഈ ഒരു ചോദ്യം എഴുതിയിട്ട് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ. എക്സാമിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന വാട്ട് ഈസ് അപ്ലൈഡ് സോഷ്യോളജി, എന്താണ് അപ്ലൈഡ് സോഷ്യോളജി, എന്തിനെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്? സോഷ്യൽ വർക്ക് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സാമൂഹ്യക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ഒരു വേർഡിലാണ് എപ്പോഴും നമ്മളോട് ചോദിക്കാറ്.
വാട്ട് ഈസ് എ അപ്ലൈഡ് സോഷ്യോളജി? ഈ ചോദ്യങ്ങൾ കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാം വാട്ട് ഈസ് അപ്ലൈഡ് സോഷ്യോളജിയും വാട്ട് യു മീൻ ബൈ സോഷ്യൽ വർക്കും എന്ന് ഒരുമിച്ച് അവിടെ രണ്ട് രീതിയിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചേക്കുന്നത്. അപ്ലൈഡ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ സോഷ്യൽ വർക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണ്. അതായത് സോഷ്യോളജിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് അപ്ലൈഡ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇതും സോഷ്യോളജിയുടെ ബ്രാഞ്ച് ആണ്. ടെക്നോളജിക്കൽ അപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് അപ്ലൈഡ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ പറയണത്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ മലയാളം ഗൈഡ് എടുക്കുക. ഈ ഗൈഡില് 33ാമത്തെ പേജില് 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ടോ എല്ലാരും? കണ്ടു മിസ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ 31ാമത്തെ പേജിൽ ആദ്യത്തെ പാരാഗ്രാഫ് മനുഷ്യന്റെ ജീവസംബന്ധ മാർഗങ്ങളെ കുറിച്ച് പഠനമാണ്. അതായത് സാമ്പത്തിക ശാസ്ത്രം, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിങ്ങനെ 3 ഘട്ടങ്ങളാണ് സാമ്പത്തിക സ്രോതസ്സുകൾ കണക്കാക്കപ്പെടുന്നത്. അവിടെ മനുഷ്യന്റെ ഭൗതിക ക്ഷേമം സംബന്ധിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം വരെ എന്ന് വരെ ഒന്ന് മെൻഷൻ ചെയ്ത് ഇട്ടാൽ മതി നിങ്ങൾ. ബാക്കി ഞാൻ ഉത്തരം നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞതാ. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലേ സ്റ്റഡി വണ്ണിലെ? ക്വസ്റ്റ്യൻ നമ്പർ ഏതിലാ? ഏത് ക്വസ്റ്റ്യനാ? 31ാമത്തെ പേജിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിലെല്ലാം വേണ്ട എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ മാത്രം നമുക്ക് എഴുതിയാൽ മതി. 1 സെന്റൻസിൽ എഴുതാനാ പറഞ്ഞേക്കുന്നത്. Psychological work different from the work of an economist discuss. അതിലെ എക്കണോമിക്സിൽ എന്താണ് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെന്റൻസുകളാണ്, അത് എഴുതിയാൽ മതി. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇനി ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഗൈഡിൽ എന്താ പഠിക്കേണ്ടതെന്ന് കേട്ടോ. നമ്മുടെ അവസാനത്തെ ടോപ്പിക്കാണ് കുറച്ച്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം അവിടേക്ക് ആയിരിക്കും അല്ലെ? പല പ്രശ്നങ്ങളും ആൻസൈറ്റി ഡിസോർഡർ അല്ലെ ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എവിടെ പോകും? സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകും. എന്തിനാണ് അപ്പൊ സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്തായിരിക്കും സൈക്കോളജി? മനഃശാസ്ത്രം. മനഃശാസ്ത്രം, മനസ്സിന്റെ ശാസ്ത്രം എന്നാണ് നമ്മൾ പറയണത് അല്ലെ? സൈക്കിക് ഫാക്ട്സ് എന്നാണ് പറയണത്. ഈ മനസ്സിന്റെ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡെഫിനേഷൻ എഴുതുമ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നത് ഏതാ? സ്റ്റഡി ഓഫ് മെന്റൽ സ്ട്രക്ചർ ആണ്. മെന്റൽ ആണ് കേട്ടോ. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ മനസ്സ് ഇവിടെ ഇല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തലയില്ലല്ലോ മനസ്സ് പറയാറ്, മനസ്സ് ഇവിടെയല്ലേ നമ്മുടെ പറയാറ്. ഇവിടെ സൈക്കിക് പാറ്റേൺസ് ആയ മെന്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മെന്റൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഈ തലേന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത്? മെമ്മറി, ഇന്റലിജൻസ്, അതുപോലെ തന്നെ എന്താ പറയാ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, സൈക്കിക് ഫാക്ട്സുകൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ കുറിച്ച് പഠിക്കലാണ് ഏത് മനഃശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബുദ്ധിപരമായിട്ട് സൈക്കിക് ഫാക്ട്സ് ആണ്. മെമ്മറി ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, അതുപോലെ പല വികാരങ്ങളും നമ്മൾ ഇതില് സൈക്കോളജിയിൽ പഠന വിഷയമാക്കി എടുക്കാറുണ്ട്. സൈക്കോളജി എന്ന് പറയുമ്പോൾ അതില് അവബോധം, സൂക്ഷ്മ ജ്ഞാനം, അതുപോലെ തന്നെ ബുദ്ധിശക്തി, പ്രേരണ, ഓർമ്മശക്തി, പ്രതീക്ഷകൾ, സ്വപ്നങ്ങള്, ഇതെല്ലാത്തെയും കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് നമ്മൾ എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേരിലും എന്ത് ഒരേ വ്യക്തികളാണ് നമ്മളവിടെ കൂടുതൽ പഠന വിഷയമാക്കണം. സമൂഹശാസ്ത്രം എന്ന് പറയുമ്പോൾ വ്യക്തികൾ കൂടിയിട്ട് ഒരു സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു. സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിലത്തെ ഓരോ വ്യക്തികളെയുമാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. ഓരോ വ്യക്തികളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും പ്രവർത്തന മേഖല വ്യക്തികളെ തന്നെയാണ്. വ്യക്തികൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, ഇവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ അംഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ സമൂഹത്തിലെ അംഗങ്ങളെ കുറിച്ച് മാത്രമല്ല വ്യക്തികൾക്കാണ് അവിടെ എന്ത് പ്രാധാന്യം കൊടുക്കുന്നത്. സോഷ്യോളജിയിൽ വ്യക്തികൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇതൊക്കെ വ്യക്തികളിൽ എന്ത് പ്രാധാന്യം നിൽക്കാണ്.
ഇതില് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. സൈക്കോളജി എന്തിനെ കുറിച്ച് പഠനം എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് അല്ല. ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരവംശ ശാസ്ത്രമാണ്. നരവംശ ശാസ്ത്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ മനുഷ്യനെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്. ആന്ത്രോപോളജി ഇസ് ദ study of the biological and socio-cultural aspects of human beings. മനുഷ്യന്റെ ജീവശാസ്ത്രം അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കലാണ് നരവംശ ശാസ്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. Anthropology is the study of biological and socio-cultural aspects of human beings. മനുഷ്യന്റെ slowly anthropology. പറഞ്ഞുതരാം. Anthropology is the study of biological. Anthropology is the study of biological and socio-cultural aspects of human beings. അതായത് മനുഷ്യന്റെ സാംസ്കാരികവും അതുപോലെ തന്നെ സാമൂഹ്യപരവും അതുപോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കലാണ് ആന്ത്രോപോളജി. അതുകൊണ്ട് തന്നെ ആന്ത്രോപോളജിക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ട്, ശാഖകൾ ഉണ്ട്. എടുത്തു പറയുന്ന കുറച്ച് ശാഖകളുടെ പേര് പറയാം. ഫിസിക്കൽ ഓർ ബയോളജിക്കൽ ആന്ത്രോപോളജി. അതായത് ഫിസിക്കൽ ഓർ ബയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള അതാണ് ഫിസിക്കൽ ബയോളജിക്കൽ ആന്ത്രോപോളജിയുടെ. രണ്ടാമത്തെ ശാസ്ത്രശാഖയാണ് കൾച്ചറൽ ആന്ത്രോപോളജി, സാംസ്കാരിക നരവംശ ശാസ്ത്രം. ഒരു മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ, ചെറിയ ഭയങ്കര സൗണ്ട് അതിന്ന് വരുന്നു. ഞാൻ പറയാം, സ്ലോവിൽ പറയാം. ഫിസിക്കൽ ഓർ ബയോളജിക്കൽ ആന്ത്രോപോളജി ഒരു ബ്രാഞ്ച് ആണ് ആന്ത്രോപോളജിയുടെ. ദെൻ അവിടെ ബയോളജിക്കൽ ആസ്പെക്ട്സ് മാത്രമേ പഠിക്കുള്ളൂ. അതായത് മനുഷ്യന്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. രണ്ടാമത്തെ ശാഖയാണ് കൾച്ചറൽ ആന്ത്രോപോളജി. ആന്ത്രോപോളജി അതായത് സാംസ്കാരിക നരവംശ ശാസ്ത്രം. ഇവിടെ മനുഷ്യന്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സുകളാണ് പഠിക്കുന്നത്. സാമൂഹ്യവും സാംസ്കാരികപരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു കൾച്ചറൽ ആന്ത്രോപോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ഭാഷയെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുണ്ട് ആന്ത്രോപോളജിയിൽ. ഭാഷ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ ലിംഗ്വിസ്റ്റിക്കൽ ആന്ത്രോപോളജി, ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി അല്ലെങ്കിൽ ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്കൽ ആന്ത്രോപോളജി എന്നാ പറയുക. ഇതാണ് മൂന്നാമത്തെ പഠനശാഖ. ഭാഷയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. സ്റ്റഡി ഓഫ് ദി ലാംഗ്വേജ് എന്നാണ് പറയുന്നത്, സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ദെൻ നാലാമത്തെയാണ് ഏത്? ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിയിൽ എന്ന് പറയുന്നത് പുരാവസ്തു ശാസ്ത്രമാണ്. അവിടെ നമ്മൾ പഠിക്കുന്ന പ്രീ ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് ആണ്. മനുഷ്യന്റെ ചരിത്രാതീത കാലം മുന്നേ ഉള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രീ ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് അതായത് ചരിത്രാതീതം മുന്നുള്ള കാര്യങ്ങളാണ് അവിടെ. ചരിത്രം ഉണ്ടാകുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ. റൈറ്റിംഗ് അതായത് ബിഫോർ ദി റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. എഴുതാനൊന്നും അറിയാത്ത കാലത്തുള്ള മനുഷ്യനെ കുറിച്ചിട്ടാണ് അവിടെ പഠനം നടത്തുന്നത്. ഇത്രയാണ് നമ്മുടെ ആന്ത്രോപോളജിയുടെ കുറെ ബ്രാഞ്ചസ് ഉള്ളത്. ഇതാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റിനും വേണ്ടത്. ഒന്നുകൂടി പറയാം. ഒന്ന് ഫിസിക്കൽ ഓർ ബയോളജിക്കൽ ആന്ത്രോപോളജി, രണ്ട് കൾച്ചറൽ ആന്ത്രോപോളജി, മൂന്ന് ലിംഗ്വിസ്റ്റിക്കൽ ആന്ത്രോപോളജി, ദെൻ 4 ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. ഇത്രയും ആന്ത്രോപോളജികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ആന്ത്രോപോളജിയിൽ നമ്മുടെ സോഷ്യൽ ആന്ത്രോപോളജിയും കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും ബ്രാഞ്ചസുകളാണ് ഏത് ഒരു ആന്ത്രോപോളജിക്ക് ഉള്ളത്. ഇതിൽ പഠന വിഷയമാക്കി എടുക്കുന്നത് മനുഷ്യൻ തന്നെയാണ്, വ്യക്തികളാണ് ഇവിടെ പ്രാധാന്യം ഉള്ളത്. ഇതിൽ അത്രയും പഠിക്കാനൊന്നുമില്ല. ഞാൻ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരാം. ഇതിൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്ന കുറച്ച് കാര്യങ്ങൾ ടിക്ക് ഇട്ട് തരാം. ഈ കഴിഞ്ഞ എക്സാമിന് നമുക്കത് ഉണ്ടായിരുന്നു. കാണുന്നില്ലേ നിങ്ങള്? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ?
ആ ഉണ്ട്. ഇനി ഞാൻ അത് വായിച്ചു തരാം, കാരണം സമയം കളയല്ല. ഞാൻ 2 മിനിറ്റ് കൂടി ഉള്ളൂ നമുക്ക്. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് പാറ്റേൺ. സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ കുറിച്ച് പഠിക്കലാണ്. അവിടെ എഴുതിട്ടോ സൈക്കിക് പാറ്റേൺ. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൈക്കിക് പാറ്റേൺ. സൈക്കോളജിയിൽ തന്നെ സൈക്കിക് പാറ്റേൺസിനെ കുറിച്ച് പഠിക്കലാണ്. അത് എളുപ്പ പഠിക്കാൻ. രണ്ടാമത്തെ ചോദ്യം, സ്റ്റാറ്റസ് റെഫർ ടു ദി ഡാഷ് ദാറ്റ് ഇൻഡിവിജ്വൽ ഒക്യുപ്പൈ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നുള്ള പദവി. പദവി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. എവിടെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് സ്വീകരിക്കുന്നത്? സോഷ്യൽ പൊസിഷൻ. ഡാഷ് എന്ന് പറയുന്ന സ്ഥലത്ത് സോഷ്യൽ പൊസിഷൻ ആണ്. സ്റ്റാറ്റസ് റെഫർ ടു ദി സോഷ്യൽ പൊസിഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഒക്യുപ്പൈ. ഒരു വ്യക്തി സ്വീകരിക്കുകയാണ്, പദവിയെ സ്വീകരിക്കുന്നത്. എവിടെയാണ് അവന് പദവി കിട്ടുന്നത്? ഒരു സാമൂഹ്യ സ്ഥാനത്താണ്. സോഷ്യൽ പൊസിഷൻ. 3, ദ സബ്ജക്ട് ദാറ്റ് സ്റ്റഡി ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് നോൺ ആസ്. അതായത് മനുഷ്യന്റെ സാംസ്കാരികവും സാമൂഹ്യപരവും അതുപോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് പറയുന്നത്? അതിപ്പോ തന്നെ പറയുന്നതല്ലേ. എന്താണ് പറയുന്നത്? ആന്ത്രോപോളജി. ആന്ത്രോപോളജി. ദെൻ അടുത്തത്, ഇൻ ദ ബിഗിനിങ് സോഷ്യൽ ആന്ത്രോപോളജി സ്റ്റഡീസ് ഡാഷ് സൊസൈറ്റി. അതായത് തുടക്കകാലത്ത് സാമൂഹ്യ നരവംശ ശാസ്ത്രം എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുക? നമുക്കറിയാം, നമുക്ക് എല്ലാ തുടക്കകാലത്തും നമ്മൾ എങ്ങനത്തെ സമൂഹമാണ്? ഒരു ട്രൈബൽ ആണ്, ഗോത്ര സമൂഹങ്ങളായിട്ടാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആദ്യം പഠനം നടത്തുന്ന സമൂഹം എന്ന് പറയുന്നത് ട്രൈബൽ ആവാം. ട്രൈബൽ എന്ന് പറഞ്ഞ ഗോത്രം എന്നാണ് കേട്ടോ. ദെൻ ലാസ്റ്റത്തെ ചോദ്യം, ഡാഷ് ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ടു സർവേ മെത്തഡോളജി. ആരാണ് സർവേ മെത്തഡോളജിക്ക് ഇത്രമാത്രം സംഭാവനകൾ നൽകിയത്? അതൊരു സോഷ്യോളജിസ്റ്റ് ആണ്, ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. ഏത്? സർവേ മെത്തഡോളജിക്ക് കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആയല്ലോ? ഈ ചാപ്റ്റർ ഒന്ന് തീർന്നു. ഞാൻ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഗൈഡിൽ പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് നിങ്ങൾ പഠിക്കണം. ഇവിടെ എസ്സേ ആയിട്ട് ഏറ്റവും കൂടുതൽ 5 മാർക്കിന് ഒരു എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 3 മാർക്കിന് എസ്സേ ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 30ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് ടിക്കറ്റ് വെക്കുക കേട്ടോ. 30ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? എല്ലാരും മെസ്സേജ് ചെയ്താൽ മതി. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. ഇനി അടുത്തത് 30ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ നല്ലവണ്ണം പഠിക്കാം. അതുപോലെ തന്നെ 32ാമത്തെ പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. ഇതും കൂടി ഒന്ന് പഠിക്കാം കേട്ടോ. 32ാമത്തെ പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ. 32ാമത്തെ പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എസ്സേ ആയിട്ട് കൂടുതൽ വരാറ്. പിന്നെ 33ാമത്തെ പേജിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മുന്നേ പറഞ്ഞതാണല്ലോ. ഇത്രയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾ എസ്സേ ആയിട്ട് പഠിച്ചാൽ മതി. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആകെ മൂന്ന് എസ്സേ ഉണ്ടാവുള്ളൂ 5 മാർക്കിന്. ഇത്രയും ചാപ്റ്റേഴ്സിന് 20 ചാപ്റ്ററിന് 3 എസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര രീതിയിൽ പഠിച്ചാൽ മതി. ഈ പാഠം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതിലെ ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫാൾസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഉത്തരമൊക്കെ മലയാളത്തിലായിരിക്കും, ഒരു കുഴപ്പമില്ല. ചോദ്യം മാത്രമേ നമുക്ക് മനസ്സിലാവാണ്ടിരിക്കുമല്ലോ. ചോദ്യം ഇംഗ്ലീഷിൽ ഹിന്ദിയിലേ വരുള്ളൂ. ഉത്തരമൊക്കെ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിൽ എഴുതിക്കോ, ഹിന്ദിയിലും എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാരും ഈ ഒരു ചോദ്യങ്ങൾ പകർത്താം, ഒന്ന് വായിച്ച് നോക്കാം. വേറെ സംശയമൊന്നുമില്ലല്ലോ? നമുക്കെന്നാ ലീവ് ചെയ്താലോ?
ഓക്കെ. എന്നാ അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.